ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ തന്നെ പാർട്ടീഷൻ ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പോൾ ലിവിങ് റൂമും ഹാളും വരുന്നൊരു ഭാഗമാണ്. പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൈനിങ് ഹാളും പിന്നെ ഒരു ഹാളും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ ചെയ്യണം. പിന്നെ ഈ ടൈലിൻ്റെ ഒക്കെ 6 ഇഞ്ച് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടൈല് കട്ട് ചെയ്യാണ്ട് ഫ്രെയിമാണ് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു ക്ലോസിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രെയിം മാത്രം കട്ട് ചെയ്താൽ മതി. ടോപ്പിൽ അടിക്കാനുണ്ട്, വയറിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ലൈറ്റ് സെറ്റ് ആക്കിയിട്ടാണ് കൊടുക്കാൻ പോണത്. ഇത് വാൾനെറ്റ് സെക്ഷനാട്ടോ വരുന്ന, വുഡിൻ്റെ ഫിനിഷ് വരുന്ന വാൾനെറ്റ് സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രെയിമിൻ്റെ ഒരു ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രെയിമിൻ്റെ ഇത് വരുന്നത്. റോയൽ ബോണ്ട് ഷീറ്റാട്ടോ വരുന്നത്, വുഡിൻ്റെ അല്ല, വുഡിൻ്റെ ഫിനിഷ് വരുന്ന PVC ഷീറ്റാണ്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ചെതിൽ പിടിക്കുക, വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഫംഗസ് വരെ നായ്സായി പോവൊന്നും ചെയ്യില്ല കേട്ടോ. നല്ലൊരു ഷീറ്റാണ്. നമ്മൾ വെള്ളം കൊണ്ടൊക്കെ തുടച്ചു തുടങ്ങാൻ പറ്റും. ഷീറ്റ് ഒരിക്കലും നാശമാവില്ല കേട്ടോ. ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോൺകുത്തൊക്കെ വരുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മട്ടാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഫിനിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗം കോൺകുത്തുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് ഫ്രെയിം സെറ്റ് ആക്കുന്നത്. ചേച്ചിയുടെ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് വയറിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ റേക്കിലും ഓരോ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വയറിങ്ങൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ രണ്ടാമത്തെ വയറിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഓരോ വയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വയറിനൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്യുന്നത്. എല്ലാ വർക്കും, ഇലക്ട്രീഷ്യൻ്റെ വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വയറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ലാസ്റ്റാണ് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുള്ളൂ. അപ്പോൾ ഓരോ സെക്ഷനിലേക്കും വയറിങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തട്ട് കൊടുക്കുമ്പോൾ തട്ടിലേക്ക് ഇങ്ങനെ വയറിങ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈറ്റിൻ്റെ ഒക്കെ ഓളിടാൻ പറ്റുക. ഇത് വന്ന് 2 സെക്ഷനാണ് കേട്ടോ. 2 സെക്ഷനാണ് കൊടുത്തത്. 2 സെക്ഷൻ ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 4 സെക്ഷൻ ഉണ്ട്, പിന്നെ 6 4 സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ബോർഡ് അല്ലല്ലോ, അപ്പോൾ ചെറിയ ഔട്ടർ കൊടുക്കുന്നതായിട്ടും ബെറ്റർ. കാരണം 2 സെക്ഷനൊക്കെ കാണാൻ വൃത്തിയുള്ളൂ. ഒരുപാട് വീതി കൂടി കാണാൻ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 കൊടുത്ത്. അടുത്ത ചെയ്ത് വൈറ്റ് 7-8 അടിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതിലൊക്കെ ഓരോ ഷീറ്റ് കയറ്റണം. മൊത്തം 5 ബോക്സ് ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. വൈറ്റ് കളറ്, വൈറ്റിൻ്റെ സെക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ താഴത്ത് ചെറിയ റാക്കിൽ ചെറിയ ഡോർ കൊണ്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്കാട്ടോ ചെയ്യുന്നത്, വേറെ അവിടെ ഇല്ല. അപ്പോൾ ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടെ ചെയ്ത് നടക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇതിൽ ചെറിയൊരു റാക്ക് കൂടി ഞാൻ കൊടുക്കാനുണ്ട്. ഇത് മൊത്തം ഓരോ തട്ട് കൊടുക്കാനുണ്ടോ. മൊത്തം 6 തട്ടായിട്ട് ഇനി വേറെ വരുന്നുണ്ട്. എല്ലാ തട്ടും ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അറ്റത്ത് മാത്രം ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്. ബാക്കിയെല്ലാം ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഡോർ വെച്ചിട്ടുണ്ട്, ചെറിയൊരു കള്ളി മാത്രം ഡോർ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ എത്ര ഭാഗങ്ങളാണ് പാർട്ടീഷനായിട്ട് വരുന്നത്. ഇനി ഇതിൽ ലൈറ്റിൻ്റെ വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ലൈറ്റ് വർക്കും ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് എല്ലാം കണക്ഷനെല്ലാം കൊടുത്ത് ഫിനിഷിങ് ആയിട്ട് ഇപ്പം എങ്ങനെയാണ് ഒരു പാർട്ടീഷൻ വരുന്നത് കേട്ടോ. ഇനി ഇതിന് വേറെ ചെയ്യില്ല. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ഭാഗം വരുന്നുള്ളൂ. ഇനി നമുക്കിതിൽ ഒരു സ്റ്റോക്കിൽ ഒരു സാധനം ഫ്ലവറോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ഇത് വയ്ക്കാം. ഇപ്പോൾ എന്ത് വെച്ചാലും അതിൻ്റെ ഒരു ഭംഗി കിട്ടും. കാരണം ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കണം. ഈ അറ്റത്ത് ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വയ്ക്കണം പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു കല്യാണം കൊടുത്തിരിക്കണം കേട്ടോ. ഈ താഴത്ത് ചെറിയ റാക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ ചെറിയൊരു റാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ മോഡൽ ഇങ്ങനെ ആയിട്ട് വരും. നമുക്ക് വലുപ്പം അങ്ങനെ വരും. വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഏത് മോഡലും ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് വരച്ചിട്ട് ആണ് ഡിസൈൻ കാണിച്ചു കൊടുത്താണ് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെ വയ്ക്കാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ
പാർട്ടീഷനൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് പല വീട്ടിൽ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ട്രോഫി ഉണ്ടാവും, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് റാക്കൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ക്ലയൻറ്റിൻ്റെ സൗകര്യം അനുസരിച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പോൾ എന്താ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെങ്കിലും അതും കമൻറ്റിൽ ബോക്സിൽ തന്നെ പറയാം. അപ്പോൾ അതിനനുസരിച്ച് നെക്സ്റ്റ് വർക്ക് റെഡിയാക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോയിലും പുതിയ വർക്കുകളും ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വർക്കും ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും.